ഇത് എൻ്റെ കോളേജ് 2018 ബാച്ചിൽ പഠിച്ച ലേനയാണ്. ലേനയും അമ്മയും കൂടി ഇന്ന് ടൗണിൽ വന്നപ്പോൾ എന്നെ കാണാൻ വന്നു. അങ്ങനെ അമ്മേനെ ഫോട്ടോ എടുക്കാൻ വിളിക്കും, അമ്മ നിന്നില്ല. അങ്ങനെ അമ്മേനെ ഞാൻ വിളിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുക എന്ന് പറയുന്നതാണ്. ഇന്നത്തെ ഏറ്റവും വലിയൊരു സന്തോഷം, ഇവരെന്നെ കാണാൻ വരികയും കുറച്ച് സമയം നമ്മൾ സംസാരിക്കുകയും ചെയ്തതാണ്. അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെയുള്ള വിശേഷം. കുട്ടികളെ, കൂട്ടുകാരെ, എല്ലാവരോടും കൂടി ഇന്നത്തെ വീഡിയോ നന്നായിട്ട് ലേറ്റായി. കാരണം ഇന്ന് വരുമ്പോൾ തന്നെ കുറേ അധികം ലേറ്റായി, കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്ത്, ഇന്ന് മഴയുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ നന്നായിട്ട് സമയം വൈകി. പിന്നെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ സമയം ഇപ്പോൾ ഇത്രത്തോളമായി. എന്നാൽ ഇന്നത്തെ വിശേഷം നമുക്ക് ഇന്ന് തന്നെ പറയണ്ടേ, നാളെ ആകുമ്പോൾ ചിലപ്പോൾ അടുത്ത വിശേഷം വരില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ വിശേഷം ഇന്ന് തന്നെ പറയാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് രാവിലെ തൊട്ട് നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്കുണ്ടാവുമല്ലോ. ഇന്നത്തെ സന്തോഷം 2018 ബാച്ചിൽ എൻ്റെ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, അതായത് OT എന്ന് പറയുന്ന കോഴ്സ് പഠിച്ച ഇവിടുന്ന് ജോലിക്ക് പോയ കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം ട്രെയിനിങ്ങും അതുകൂടാതെ പ്ലേസ്മെൻറ്റും ആ കുട്ടിക്ക് ഞാൻ തന്നെയാണ് കൊടുത്തത്. ലേന, പുല്ലൂരും ആണ് വീട്. ലേന അമ്മയും കൂട്ടി എന്നെ കാണാൻ വന്നു. ലേന ജോലി ചെയ്യുന്ന കാസർഗോഡുള്ള കാമത്ത് നഴ്സിംഗ് ഹോമിലാണ്. ഞാൻ അവിടെ അവൾക്ക് ആ സമയത്ത് കോഴ്സ് കംപ്ലീറ്റ് ആയി ട്രെയിനിങ്ങും പൂർത്തിയായതിനു ശേഷം ഞാൻ അവിടെയാണ് ജോലി കൊടുത്തത്. ആ ജോലി തന്നെ അവൾ ഇന്നും തുടരുന്നു. അത് അതിയായ സന്തോഷം, ഭയങ്കര സന്തോഷം തന്നെയാണ് നമ്മൾ കൊടുത്ത ജോലി. അപ്പം ഭയങ്കരമായിട്ട് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആയില്ല, ഭയങ്കരമായിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ അവിടെ തന്നെ ജോലി ചെയ്യുന്ന, അവിടെ നിന്ന് മാറാതെ. നല്ല സാലറിയും കാര്യങ്ങളുണ്ട്. പിന്നെ എല്ലാം അവൾക്ക് നല്ലതാണ്. തിയേറ്ററിൽ വർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വരുന്നു, നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നാണ് അമ്മയും മോളും പറഞ്ഞിരിക്കുന്നത്. ലേന എൻ്റെ കോളേജിൽ അമ്മയാണ് കൊണ്ടു ചേർത്ത്. ലേനയ്ക്കൊരു ചേച്ചിയുണ്ട്, PG ഒക്കെ കഴിഞ്ഞ ചേച്ചിയാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് മിലിറ്ററിയാണ്. ഒരു പെൺകുട്ടിയുണ്ട്. പിന്നെ ലേനയ്ക്ക് അച്ഛനുണ്ട്. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് അമ്മ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു കുടുംബമാണ് ലേനയുടേത്. അമ്മ ചെറിയൊരു കൂടുപീടിയ തട്ട് കടയൊക്കെ അമ്മയ്ക്ക് പുല്ലൂർ അമ്പലത്തിൻ്റെ അടുത്തുണ്ട്. അങ്ങനെ അതിലൂടെയുള്ള ചെറിയ വരുമാനം കൊണ്ടാണ് മകളെ പഠിപ്പിച്ചത്. എന്നാലും യാതൊരു വിധത്തിലും ഫീസൊക്കെ അടയ്ക്കാൻ, നമ്മൾ ചെറിയ ഫീസാണ് ഈ കോഴ്സിനൊക്കെ നമ്മൾ കൊടുക്കുന്നത്. എന്നാലും അതൊക്കെ അടയ്ക്കാനും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. കാരണം സാധാരണ ഫാമിലിക്ക് പൈസക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അവർ തന്നെ ജോലി എടുത്തിട്ടൊക്കെ മുമ്പോട്ട് പോകുന്നതാണ്. അങ്ങനെ ലേനയുടെ അമ്മയ്ക്ക് നല്ല കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അച്ഛനും അമ്മയും ഇൻസ്റ്റാൾമെൻറ്റ് ഫീസൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ അടച്ചു. പിന്നെ ലേനയുടെ അമ്മേനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്ത് കാര്യങ്ങളും മുഖത്ത് നോക്കി അഭിപ്രായങ്ങൾ പറയും. ഒരു സംശയം ഉള്ളിൽ വെക്കാതെ ആ സംശയങ്ങൾ തുറന്ന് ചോദിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ് ലേനയുടെ അമ്മ. അതുകൊണ്ട് ലേനയുടെ അമ്മ എന്നും എനിക്ക് അടുത്തയാൾ. അപ്പോൾ അതുപോലത്തെ പേരൻസൊക്കെ നമുക്ക് അവരോട് നല്ല അടുപ്പം ഉണ്ടാവും. ചില പേരൻസ് എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിയുടെ അമ്മ എന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കാര്യങ്ങൾ നമ്മളോട് തുറന്ന് ചോദിക്കുകയും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ മാറ്റി പിടിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പം അവർക്കൊക്കെ നമ്മുടെ മനസ്സിൽ നല്ലൊരു സ്ഥാനം ഉണ്ടാകും. കാരണം അവരൊക്കെ നമ്മുടെ കോളേജിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ കുട്ടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ കുട്ടി നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് അമ്മയൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവർ നല്ലൊരു ആവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും. ഇന്നിപ്പോൾ അമ്മയും മോളും കൂടി ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയ സമയത്ത് എന്നെ കാണാൻ വന്നതാണ്. പിന്നെ വേറൊരു വിശേഷം എന്ന് പറഞ്ഞാൽ ചില കുട്ടികളൊക്കെ നമ്മളെ അടുത്തോട്ട് വരുമ്പം ഒരു വീട്ടിൽ കല്യാണം കഴിച്ചു വിട്ട കുട്ടികളൊക്കെ വീട്ടിൽ വന്ന പോലെ ഒരു സ്നേഹവും ഭയങ്കരമായിട്ടൊരു സന്തോഷമൊക്കെ നമ്മളോട് പ്രകടിപ്പിക്കാറുണ്ട്. നമ്മളുടെ ജോലിയിലെ ഏറ്റവും വലിയൊരു നിധിയാണ്, ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണ്. ശരിക്കും എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. പിന്നെ ചില കുട്ടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ എനിക്ക് കൊണ്ടുതരും. കാണാൻ വരുമ്പോൾ കാണാൻ അവർക്ക് ജോലിയൊക്കെ കിട്ടി, ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അവർക്ക് ജോലിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ നമ്മളെല്ലാ കുട്ടികൾക്കും ജോലി കൊടുക്കുന്നതാണ്. അതിന് മുകളിൽ അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ വന്നിട്ടുണ്ടാവും. ചെറിയ ചെറിയ കഷ്ടപ്പാടുകൾ, വലിയ കഷ്ടപ്പാടൊന്നും മാറ്റാൻ പറ്റുന്നല്ല കേട്ടോ. ചെറിയ ചെറിയ കഷ്ടപ്പാടുകളൊക്കെ മാറ്റാൻ ഈ സാലറി കൊണ്ടും അവർക്ക് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊരു പ്രത്യേക സ്നേഹം നമ്മളോട് ഉണ്ടാവും. മിക്കവാറും കുട്ടികളൊക്കെ വരുമ്പോൾ ഒരു ചെറിയ ചോക്ലേറ്റ് എങ്കിലുമൊക്കെ കയ്യിൽ കരുതാറുണ്ട്. അങ്ങനെ എനിക്ക് എത്ര തിരക്കാണെങ്കിലും അവർ വെയിറ്റ് ചെയ്ത് എന്നെ കണ്ട് അവിടുത്തെ വിശേഷവും ഇവിടുത്തെ വിശേഷവും മറ്റ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടാണ് അവർ മടങ്ങുന്നത്. ഈ ലേനയുടെ അമ്മേനെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടം കേട്ടോ. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരിക സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ മോനും എന്നോട് പറയും, അമ്മയുടെ ഫ്രണ്ട്സല്ലേ അമ്മയ്ക്ക് അവരൊക്കെ എന്ന് പറയുന്ന ഒരു അടുപ്പമാണ് അവർക്കൊക്കെ. ചില പേരൻസ് കുട്ടികൾ പോയാലും ഇടയ്ക്ക് നമ്മളെ വിളിക്കുകയും മിക്ക ദിവസങ്ങളിലൊക്കെ മെസ്സേജ് അയച്ച് നമ്മളുടെ
സുഖവിവരങ്ങളൊക്കെ തിരക്കുന്ന ഒത്തിരി പേരൻസ് ഉണ്ട് എനിക്ക്. ഓരോരോ ബാച്ചിലും ഒരാളെങ്കിലും എനിക്ക് കുറഞ്ഞത് ഓരോ ബാച്ചിലും ഉണ്ടാകും അതുപോലത്തെ പേരൻസ്. അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ കുറേ കുട്ടികളെ പഠിപ്പിച്ച് ഇറക്കി വിട്ടു. 100 കണക്കിന് കുട്ടികൾ ഓരോ കൊല്ലവും കോഴ്സ് പൂർത്തിയായി പോകുന്നുണ്ട്. അതിലൊരു 10 കുട്ടികളൊക്കെ ഇതുപോലത്തെ ഒരു മനസ്സ് കാണിക്കുന്നുണ്ടാവും എന്തായാലും. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾക്കിപ്പം എന്ത് ഒക്കെ ഉണ്ടായിട്ടും നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടാണെങ്കിൽ തീർന്നില്ലേ, അതുപോലെ നമ്മൾ ഒത്തിരി കുട്ടികളെ പഠിപ്പിച്ച് പടിയിറക്കി ഒരു ജോലി കൊടുത്ത് വിടുമ്പം അതിൽ ഒരു 3/4 കുട്ടികളുടെ മനസ്സ് നമ്മളോട് വീണ്ടും നമ്മളെ കാണാനും സന്തോഷം പങ്കുവെക്കാനും വീണ്ടും നമ്മളെ അടുത്ത് വരാനും ഒക്കെ കാണിക്കുമ്പം ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണ് എനിക്ക്. പിന്നെ എന്നെ കേൾക്കുന്നവരെന്ത് ചിന്തിക്കുമെന്നറിയില്ല, എനിക്കിതൊക്കെ തന്നെ വലിയൊരു സന്തോഷം. 15 വർഷമായിട്ട് ഇതുപോലെ പഠിച്ചിറങ്ങി പോകുന്ന കുട്ടികൾ വരാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല. കാരണം ഒരു ദിവസമെങ്കിലും ഒരു ഓൾഡ് സ്റ്റുഡൻറ്റ്, അതായത് ഈ പഠിക്കുന്ന കുട്ടി കൂടാതെ മുമ്പത്തെ കുട്ടികൾ വരാത്ത ഒരു ദിവസം എനിക്ക് ഇന്നു വരെ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ല. അത് ഇനിയും അങ്ങനെ ഉണ്ടാവണമേ എന്നാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഉറങ്ങുന്ന വരെയുള്ള പ്രാർത്ഥന. നമ്മളും കുട്ടികളും തമ്മിൽ സ്മൂത്തായിട്ട് രീതിയിൽ പോകണം എന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷവും എൻ്റെ സന്തോഷവും 2018 ബാച്ചിൽ പഠിച്ച് ഇപ്പം ഞാൻ ജോലി കൊടുത്ത സ്ഥലത്ത് തന്നെ ജോലി ചെയ്യുന്ന ലേനയും അമ്മയും കൂടി എന്നെ കാണാൻ വന്നതാണ്. പിന്നെ എനിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടാണ് വരുന്നത് കുട്ടികൾ. അങ്ങനെ കുറേ സമയം എനിക്ക് തിരക്കായിരുന്നു. ഒത്തിരി സമയം ഇരുന്നതിന് ശേഷമാണ് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സുഖവിവരങ്ങളൊക്കെ തിരക്കിയത്. അതാണ് ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം.